സിജു സണ്ണിയും പിന്നെ നമ്മുടെ വാഴ ടീമിലെ കുറച്ച് ആക്ടേഴ്സ് ഒക്കെ അഭിനയിച്ച ഒരു പടം ആക്ച്വലി യൂട്യൂബിൽ റിലീസ് ആയിട്ടുണ്ട്. സോ സിജു സണ്ണി മാത്രമല്ല, ദേവ് മോഹൻ ഉണ്ട്, അതായത് നമ്മുടെ സൂഫിയും സുജാതയും, അതേപോലത്തെ ചിന്താ വിഷ്ടയ ശ്യാമള മറ്റേ ചേച്ചിയില്ല സംഗീത, അവരൊക്കെ അഭിനയിച്ച പടമാണ്. നമ്മുടെ രഞ്ജി പണിക്കരൊക്കെ ഉണ്ട്. പരാക്രമം എന്നാണ് സിനിമയുടെ പേര്. ശരിക്കും കോപ്രായം എന്നായിരുന്നു ഈ സിനിമയ്ക്ക് പേരിടേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യിൽ 10 രൂപയാണുള്ളത് വെച്ചാൽ 10 രൂപയുടെ സാധനം മേടിക്കുക, അല്ലാതെ 10 രൂപയും വെച്ചിട്ട് നമുക്ക് അഡിഡാസിന്റെ സാധനം വേണം പറഞ്ഞ് നടക്കും. അതന്നെയാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. ഒന്നെങ്കിൽ ഫീൽ ഗുഡ് മോഡിൽ ഈ മറ്റേ ഫ്രണ്ട്സ് വാഴ പോലത്തെ ഒരു പടം എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ റോം കോം പോലെ കുറച്ച് റൊമാൻസും കോമഡിയും പോലത്തെ ഒരു പടം എടുത്ത് വെക്കുക, അല്ലെങ്കിൽ മറ്റേ വാറിയർ ആ സ്റ്റൈലിൽ ഒരു പടം എടുത്ത് വെക്കുക. ഇത് എല്ലാത്തിന്റെയും കൂടി ഒരു മിക്സ് എടുത്ത് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? സോ ആദ്യമൊക്കെ കുറച്ച് കണ്ടിരിക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെ പെർഫോമൻസ്, സിജു സണ്ണിയുടെ ആയാലും ദേവ് മോഹന്റെ ആയാലും എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയാണ്. പക്ഷെ ഒന്നുമില്ല സിനിമയിൽ. 1.5 മണിക്കൂറിന്റെ പടമാണ്. അതിൽ 1 മണിക്കൂർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവന് വേറൊരുത്തനെ അടിക്കണം. അത് തമാശക്കുള്ള അടി, പിച്ചി മാന്തി നുള്ളി ഉമ്മ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടി. അതന്നെ ആകുമ്പോൾ 1 മണിക്കൂർ കഴിയും. ആ 1 മണിക്കൂർ കഴിഞ്ഞ ഉടനെ വന്നിട്ട് റൊമാൻസ് വേറെ, അതാണ് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത റൊമാൻസ്, അതൊരു 20 മിനിറ്റ്. പിന്നെ ലാസ്റ്റ് 10 മിനിറ്റ് ആകുമ്പോഴേക്ക് ടെററിസം ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട്. സോ ഈ സിനിമയിൽ രഞ്ജി പണിക്കരും അതേപോലെ തന്നെ ദേവ് മോഹൻ തമ്മിലുള്ള സീൻസ് മാത്രം കുറച്ച് കണ്ടിരിക്കും. ബാക്കിയൊക്കെ റിപ്പീറ്റേഷൻ ആണ്. റിപ്പീറ്റേഷൻ സീൻസ് വെറുപ്പിക്കാം അങ്ങോട്ട്. സോ എനിക്ക് ഒട്ടും വർക്കാവാത്ത ഒരു പടമാണ്. യൂട്യൂബിൽ അവൈലബിൾ ആണ്. എനിക്ക് സിനിമ വില്ല അങ്ങനെ ഏതോ യൂട്യൂബ് ചാനലിലാണ് അവൈലബിൾ. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്ക് ആവില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ്. അതേപോലെ തന്നെ സാനിയ മൽഹോത്രയുടെ മിസിസ് MRS ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ സിനിമ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. C5ലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല സിനിമയായി തോന്നിയിട്ട് ഒരു സിങ്കിന്റെ ഒരു സീന് വന്നു. അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ റീമേക്ക് ആണ് ഇത്. സോ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ റീമേക്ക് തമിഴ് ഞാൻ ഐശ്വര്യ രാജേഷിനെ വെച്ചിട്ടുള്ളത് കണ്ടതാണ്. ഇതും കൂടി കാണാനുള്ള ത്രാണി ബേസിക്കലി എനിക്കില്ല. മറ്റേ മലയാളത്തിലാണെങ്കിൽ സുരാജ് ഏട്ടൻ വന്നിട്ട് 3 ദോശ ഉണ്ടാക്കി വെക്കുക പറയും. തമിഴിലാകുമ്പോൾ വന്നിട്ട് 3 മുട്ട ദോശയാവും. ഇതിൽ വന്നിട്ട് ചപ്പാത്തിയും ബിരിയാണിയൊക്കെ ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. സോ അത് വന്നിട്ട് മറ്റേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ റീമേക്ക് ആണ്. സോ വെറുതെ ഇരുന്ന് സമയം കളയേണ്ട, കണ്ടിട്ടുള്ളവര് സമയം കളയേണ്ട, കാണാത്തവര് ട്രൈ ഇട്ടോ.